പൊന്നോണത്തിന് വരവേൽക്കാനായി എല്ലാവരും ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ മെല്ലെ മെല്ലെ തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അതൊരു ഓഫ് വൈറ്റ് ഓണം ബേസ്ഡ് ആയിട്ടുള്ള കേരള ക്രീം ആ ഒരു കൺസെപ്റ്റിലുള്ള ഡ്രസ്സസ് വേണം എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് റേഞ്ചിൽ മതി, ഒരു സിംഗിൾ യൂസിന് മതി എന്നുള്ളവർക്ക് ആ ഒരു രീതിയിൽ വേണ്ട ഫാബ്രിക് ഉണ്ട്. ഇനി അതല്ല കുറച്ചുകൂടെ പ്രീമിയം ടൈപ്പ് തന്നെ വേണം എന്നുള്ളവർക്കായിട്ട് നമ്മൾ ലാസ്റ്റ് സൺഡേ വീഡിയോ നോക്കണം കേട്ടോ. അതിൽ കുറച്ച് വെറൈറ്റി, ആ വീഡിയോ മിസ്സായിട്ടുള്ളവർ ഇനി അതിൻ്റെ ഷോർട്സ് ആയിട്ട് നോക്കിയാലും മതി. ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തോ ഡൗട്ട് ഉണ്ട്, റീൽസിൽ എന്തായാലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അതെന്തായാലും നോക്കിയാൽ കാണാം. അല്ലെങ്കിൽ സൺഡേ വീഡിയോ നോക്കിക്കോളൂ. ഇനി അതല്ല ഓണത്തിന് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റിലുള്ള ഡ്രസ്സസ് നോക്കുന്നവർക്കായി ആ ഒരു വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാം കൂടെ കൂടി ഒരു മിക്സഡ് വീഡിയോ ആണ്, മിക്സഡ് ടൈപ്പ് ഓഫ് വീഡിയോ എന്ന് പറയാം. ഇന്നത്തെ എല്ലാ വെറൈറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. കുറച്ച് ഓരോന്ന്. അപ്പോൾ നിങ്ങളുടെ കൺസെപ്റ്റിന് ഓരോരുത്തരും ആവശ്യപ്പെട്ട ആവശ്യങ്ങളെല്ലാം എൻ്റെ മുൻപിലുണ്ട്, ഓർമ്മയിലുണ്ട്. അപ്പോൾ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ സൺഡേ വീഡിയോയിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ, ഒട്ടും വൈകാതെ തന്നെ. അപ്പോൾ നമുക്ക് ഓരോന്നായി കാണാം. അതിനു മുമ്പ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ 2 നമ്പർ ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക, ഒപ്പം എത്ര മീറ്റർ വേണ്ടതെന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ അതേപോലെ സമയക്കുറവുള്ളവർക്കായിട്ട് ഇത് റീൽസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുകൂടെ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അത് നോക്കി സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സൺഡേ നമ്മൾ സാരീസിൻ്റെ വീഡിയോ ഓണം ബേസ്ഡ് ആയിട്ടുള്ള സെമി ലിനൻ ടൈപ്പിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത സാരീസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പീസസ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ സാരി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സ്കേർട്ടായിട്ട് 2 പേർക്ക് സ്കേർട്ട് ചെയ്യാനൊക്കെ അത് തികയും കേട്ടോ. സ്കേർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തവർ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വിസ്കോസ് ജോർജറ്റിലൊരു വെറൈറ്റി ഫാബ്രിക് കാണിക്കുന്നുണ്ട്, ധാവണിക്ക് വേണ്ടിയിട്ടും സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു 2Dയിൽ നമ്മൾ 2D കൺസെപ്റ്റിൽ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന വേറൊരു ടൈപ്പാണ്. ഇത് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. എംബ്രോയ്ഡറി പറഞ്ഞാൽ ഒരു നല്ലൊരു വിസ്കോസ് മൽച്ചന്തേരി, അത് കണ്ടോ നല്ല ഭംഗിയിലൊരു വെറൈറ്റി പാറ്റേണിൽ. ഇത് നമുക്ക് 2 ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്യാം. ഒന്ന് ഇതൊരു എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തീസ് അല്ലെങ്കിൽ ഫ്രോക്ക് സ്റ്റൈലിൽ അല്ല കോളർ നെക്ക് പാറ്റേണിലൊക്കെ സ്റ്റിച്ച് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, ഇങ്ങനെ ഒരു താഴേക്ക് വരുന്ന ആ ഒരു രീതിയിൽ, ഇങ്ങനെ 2D കൺസെപ്റ്റ് 2 കളേഴ്സ് വരുന്ന രീതിയിൽ. അല്ലെങ്കിൽ ശരിക്കും നല്ലത് ഇങ്ങനെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യോക്ക് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ താഴേക്ക് വരുന്ന രീതിയിൽ. ഇതിലെല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുള്ളാണ്. മെയിൻ കളറായിട്ട് വന്നിരിക്കുന്ന ഇന്നത്തെ ഇതിലെല്ലാം ഒരു പീച്ചിൻ്റെ ഷെയ്ഡുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പീച്ചും അതിനോടനുബന്ധിച്ച് വേറെ കളേഴ്സായിട്ട് കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ വരുന്നു 2D കൺസെപ്റ്റിൽ, ചിലതൊക്കെ 3D എന്ന് പറയാം, ആ രീതിയിൽ വന്നിട്ടുണ്ട് കളേഴ്സ്. ഇങ്ങനെ വരുന്നു. വിസ്കോസ് മൽച്ചന്തേരിയാണ്, 300 rupees per മീറ്റർ. മൽച്ചന്തേരിയുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിനൊരു പ്രീമിയം ഫാബ്രിക്കാണ്. അപ്പോൾ അതിന് വേണ്ട കെയർ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. സോക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കഴുകാതെ പെട്ടെന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കുക ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അയൺ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, സോഫ്റ്റ് ഫാബ്രിക്കാണ്, അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനെ വരുന്നു 2D കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന 300 rupees per മീറ്റർ. അതിന് മാച്ചിങ് പ്ലെയിൻ കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ്. ഇങ്ങനെ വരുന്നു. ഇനി ദുപ്പട്ടയാക്കേണ്ടവർക്ക് അങ്ങനെയും ആക്കാം. അപ്പോൾ ഫ്രണ്ട് പീസിനായിട്ട് മാത്രം ഇതെടുത്തൊരു ബഡ്ജറ്റ് റേഞ്ചിൽ സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആക്കാം. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 1.5 meters ആയിട്ട് നമ്മൾ പറയുന്നത് 1.5 meter. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് പീസിലേക്ക് സ്ലീവിലേക്കും കൂടെ എടുക്കുകയാണെങ്കിൽ ഒരു 1.75 1.25 meter എടുത്താൽ തികയുന്നുണ്ടാവും അപ് ടു നോർമൽ സൈസുള്ള ആൾക്കാർക്ക്. അപ്പോൾ ബാക്ക് പീസ് പ്ലസ് ബോട്ടം, ബാക്ക് പീസിനാണെങ്കിൽ പിന്നെ 1.25 എടുത്താൽ മതി, ഇത് 1.25 എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഇനി നമുക്ക് ഓരോ കളറായിട്ട് കണ്ടുപോകാം. ഇങ്ങനെ വരുന്നു. അതിന് മാച്ചിങ് പ്ലെയിനും കൂടെ സെറ്റ് വൈസ് ആണ് വരുന്നത്. പ്ലെയിൻ മാത്രമായിട്ട് ഇതല്ല കൊടുക്കുന്നത്, ഇത് ഓപ്ഷണലാണ്. ഇത് എന്തായാലും 1.5 meter കേട്ടോ, 1.5 meter ആണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ ഫസ്റ്റ് കളർ കോമ്പിനേഷൻ അങ്ങനെ വരും. ഒന്നും മിസ്സാക്കണ്ട, നമ്മൾ പറഞ്ഞ് ഡൈ ചെയ്യിച്ച് കൊണ്ടുവരുന്ന കളക്ഷൻസാണ്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളറ് അതിലിപ്പോൾ നമ്മൾ പീച്ച് ആൻഡ് യെല്ലോ കണ്ടു. ഇതിൽ യെല്ലോയുടെ ഉണ്ട് ഇവിടെ, പക്ഷേ പീച്ച്, പിങ്ക്, ആ ഒരുപാട് കളേഴ്സ് ഉണ്ട് കണ്ടോ. പിങ്കിഷ് പീച്ച് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കളർഫുള്ളായിട്ട്. ഇത് 2D എന്നും പറയാൻ പറ്റില്ല, 3D ഒക്കെ ആയിരിക്കും. ഇത് കണ്ടോ നല്ല വെറൈറ്റി, എല്ലാം നല്ല ഡിഫറെൻറ്റ്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഫംഗ്ഷൻ ഡ്രസ് കോഡിനായിട്ട് നോക്കുന്നവരാണ് ഇതിൽ 4 കളേഴ്സ് വന്നിട്ടുള്ളതിൽ. 4 കളേഴ്സിൽ നമുക്ക് ഒരു 12 കളറിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ലേ. ഇതെല്ലാം കൂടെ കൂടി ഓരോ കുട്ടികൾക്ക് ഓരോ ടൈപ്പിൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളർ 300, ഇത് 140, 140 രൂപ. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ അങ്ങനെ വരുന്നു. ഇനി വരുന്ന നമ്മളൊരു ഓറഞ്ചിഷ് പീച്ച് എന്ന് പറയില്ല, ഓറഞ്ചും യെല്ലോയും കൂടെ കൂടിയ ആ ഒരു കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് അങ്ങനെ വരുന്നു. അതിന് മാച്ചിങ് പ്ലെയിൻ കളറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറൈറ്റി കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഫാബ്രിക്കാണ്, മിസ്സാക്കണ്ട ഈ കളക്ഷൻസ്. ഇങ്ങനെ വരുന്നു. ഇത് 300 rupees 300 രൂപ മീറ്ററിന്. ഇത് 140, 140 രൂപ. 44 ഇഞ്ച് എടുത്ത് 44 ഇഞ്ച് വീതിയിലാണ് വരുന്നത്. ഇനി സാരി ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഭംഗിയാണ് കേട്ടോ. ഇത് സാരിക്കാണെങ്കിലും നല്ല ഫാബ്രിക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു നമ്മൾ നോർമൽ സാരി ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും, ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇതിൽ ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരെയായിരിക്കും നല്ലത്, ഭംഗി ഉണ്ടാവും അല്ലേ. സാരി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം.
ഫുൾ നല്ല ഭംഗിയിൽ ധാവണി ആക്കേണ്ടവർക്ക് ധാവണി ആക്കാം. ഇതിനി നിരക്കിക്കൊള്ളേ അങ്ങനെ വരുന്നു. കട്ടിയുള്ളതാണല്ലോ അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ പ്ലെയിനും കൂടെ കാണിച്ചിട്ട് പോണ്ടേ, കുഴപ്പമില്ല കുഴപ്പമില്ല മതി. കണ്ടു അങ്ങനെ വരുന്നു ഗ്രീനും. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ ഫാമിലിയിൽ നിന്ന് പേസ്റ്റൽ ഗ്രീനിൽ നിന്നും നമ്മൾ ലൈറ്റ് ഗ്രീനിലേക്ക് പോയി സുന്ദര ഗ്രീനിൽ അവസാനിക്കുന്ന രീതിയിൽ അത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ വിസ്കോസ് മൽച്ചന്തേരിയിലെ വെറൈറ്റീസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓഫ് വൈറ്റിൽ കുറേ കിഡ് വെറൈറ്റീസ്, നല്ല ഭംഗിയുള്ള കുറച്ച് കളക്ഷൻസാണ് കാണാൻ പോകുന്നത്. ഇതിനെ ഓരോന്നിനും കണ്ടെന്ന് മനസ്സിൽ വെച്ചോളൂ. ഇതോടുകൂടി ചേർത്ത് വായിക്കാവുന്ന ഒരു പുസ്തകം എന്ന് പറയാവുന്ന രീതിയിൽ നമ്മുടെ ഈ സംഭവങ്ങൾ കണ്ടു. ഇവിടെ ഇരിക്കുന്നതിനെ ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ഇത് നമ്മുടെ വിസ്കോസ് ജോർജറ്റിൽ സാറ്റിൻ ബോർഡർ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഫാബ്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ധാവണി കൺസെപ്റ്റിലാണെങ്കിലും ഇനി അതല്ല സ്കേർട്ട് ആൻഡ് ബ്ലൗസ് പോലെ ചെയ്യാനാണെങ്കിലും ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ്. എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇതിനോട് കൂടി ചേർക്കാവുന്ന കുറേ ശിങ്കിടികളൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓഫ് വൈറ്റ് കണ്ടുപോവാം. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ഫാബ്രിക് ഇതാ ഓണത്തിന് നമുക്ക് റോസ് ഗോൾഡ് ആൻഡ് ഇതാ ഇങ്ങനെ വരുന്നു. കോപ്പർ കളറാണല്ലേ, കോപ്പർ ആൻഡ് സിൽവർ കളറിൽ ഇത് കണ്ടോ ഇങ്ങനെ വന്നിരിക്കുന്നു. നമുക്ക് ഇനി പൂർത്തി ചെയ്യാനാണെങ്കിലും 44 ഇഞ്ച് എടുത്ത് 160 അല്ലേ, 160 രൂപ അങ്ങനെ വരുന്നു. ഒരു വെറൈറ്റി ഫാബ്രിക്. അപ്പോൾ അതങ്ങനെ വരുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം. നെക്സ്റ്റ് മൽച്ചന്തേരിയിൽ അതിൻ്റെ കൂടെ നമുക്ക് വത്തിക്കാൻ്റെ ആ പ്ലെയിൻ കറക്റ്റ് മാച്ചായിരിക്കും. ഇവിടെ ഇരിക്കട്ടെ അല്ലേ, ഇവിടെ നിരത്തി വെച്ചാലോ, കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥലം ഉണ്ടാവുമോ നോക്കാം. അപ്പോഴത്തേക്കും ഇത് അവിടെ വരുന്നു നമ്മളെ സ്കേർട്ട്. നമ്മൾ സ്കേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ കാണുന്ന വിസ്കോസ് ജോർജറ്റിൽ നിങ്ങൾക്ക് ഇനി ബ്ലൗസ് ആൻഡ് ധാവണി ഹാഫ് സാരി പോലെ അത് സെറ്റ് ചെയ്തിട്ട് ഇതിൽ സ്കേർട്ട് ഓഫ് വൈറ്റിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആവാം. മൽച്ചന്തേരിയിൽ സരി ബോർഡർ വരുന്നതാണ്. ഇങ്ങനെ വരുന്നു 160 റുപ്പീസ് പെർ മീറ്റർ, 160 രൂപ ഇങ്ങനെ വരുന്നു. നമുക്കിവിടെ സ്ഥലം ഉണ്ടാക്കി ഇങ്ങനെ. ഇനി നമ്മൾ ബനാറസി, അതായത് ഒരു വിസ്കോസ് കൺസെപ്റ്റിൽ വന്നിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്നതാണ്. പ്യുവർ ബനാറസി അല്ല. ഇങ്ങനെ വരുന്നു 110 റുപ്പീസ് പെർ മീറ്റർ, 110 രൂപ ഇങ്ങനെ വരുന്നു. വൈറ്റിൽ ഇങ്ങനെ ബനാറസി ബുട്ടീസ് വന്നിരിക്കുന്ന ഫാബ്രിക് 110 രൂപ. ഇനി ഇതാ വരുന്നു ബനാറസി ടൈപ്പ് തന്നെ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു 130, 130 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഇനി സ്കേർട്ടും ബ്ലൗസും സെറ്റ് ചെയ്തിട്ട് ഹാഫ് സാരി ആയിട്ട് ഇത് കണ്ട് ഇതിൽ നിന്ന് കാണിച്ചു കൊടുത്തേ. സ്കേർട്ട് ബ്ലൗസ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ കാണാൻ പോകുന്ന കളേഴ്സിന് ഹാഫ് സാരി മോഡൽ സെറ്റ് ചെയ്യാം. ഇനി ഇതിനെ ബ്ലൗസാക്കി ഇതിൽ സ്കേർട്ട് ആക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം. ഇത് കോട്ടണിൽ ടിഷ്യൂ വന്നിരിക്കുന്നതാണ്. 160, 160 രൂപ. സാരി ആയിട്ട് വേണമെങ്കിൽ സാരി ആയിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വരുന്നു 160. ഇനി ഇത് വീണ്ടും നമ്മൾ ബനാറസി ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു ലൈൻസ് പാറ്റേണിൽ വന്നിരിക്കുന്ന സ്കേർട്ടിനൊക്കെ നല്ലതാണ്. ഇങ്ങനെ വരുന്നു. സ്കേർട്ടിന് നല്ലതെന്ന് ഞാൻ പറയുന്നതുകൊണ്ട് ഇത് ടോപ്പിന് നല്ലതെന്നല്ല എന്ന് കേട്ടോ, നല്ലതല്ല എന്നല്ല കേട്ടോ. ഇത് നമുക്ക് ടോപ്പ് ചെയ്യാനും നല്ലതാണ്. ഇങ്ങനെ വരുന്നു. അങ്ങനെയല്ലേ രമണ, തെറ്റിയോ? 160, ഇത് 130, 130 രൂപ ഇങ്ങനെ വരുന്നു. ഇനി അടുത്തത് ഇതാരായി വലിയ ഇത് ഇത് നമ്മളെ ഇത് വത്തിക്കാനിലെ പ്ലെയിന് 150, 150 രൂപ. ബിഗ് വിഡ്ത്താണ്, 56 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. ഈ വത്തിക്കാൻ പ്ലെയിനും ഈ അങ്ങകലെ ഉള്ള ഇവർ തമ്മിലും പെർഫെക്റ്റ് മാച്ചാണ്. ഇതിൽ വരുന്ന ഈ ഒരു വൈറ്റ് കളർ ഇതിൽ ടോപ്പാക്കി ബോട്ടം ചെയ്യാനും ഒക്കെ നല്ലതാണ്. അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യുന്ന ഇവർ ഇവിടെ ഇരുന്നോട്ടല്ലേ. അപ്പോൾ ഈ വത്തിക്കാൻ പ്രിൻറ്റിന് സങ്കടമാവുമോ? ഈ വത്തിക്കാൻ പ്രിൻറ്റ് കണ്ടോ, ഇതിൻ്റെ ബോട്ടമാണ് ശരിക്കും വത്തിക്കാൻ വന്നിരിക്കുന്നത്. നല്ല ഓഫ് വൈറ്റ് ബേസിൽ വന്നിട്ടുണ്ട്. ഇതിനൊന്നും ഇങ്ങനെ വെച്ച് തരുമോ? നമുക്ക് ഉണ്ടാക്കും കൂടെ നോക്കി. വത്തിക്കാന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റാണ്. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അതിനെ ഒന്ന് കറക്റ്റ്, കാരണം ഇതൊരു നല്ല ഭംഗിയുണ്ട്. സ്കേർട്ടായിട്ടാണെങ്കിലും ടോപ്പായിട്ടാണെങ്കിലും, അതായത് ഓണത്തിന് പക്ക പ്ലെയിൻ ക്രീം കളർ വേണ്ട എന്നുള്ളവർക്ക് ഇതുണ്ടോ നല്ല ഭംഗിയിൽ. ഇത് വത്തിക്കാൻ സിൽക്കാണ്. അതിൽ നമ്മൾ ആ ഓഫ് വൈറ്റ് പ്രിൻറ്റിന് പുറമെ ഒരു ഗോൾഡൻ ഒരു ഇതുണ്ടോ, നല്ലൊരു അതിൻ്റെ അകവശം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതങ്ങനെ ഒരു നല്ല ഫോയിൽ പ്രിൻ്റ് അല്ല, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി. വത്തിക്കാൻ സിൽക്കിൽ ഒരു പ്രീമിയം ലുക്ക്. വത്തിക്കാൻ സിൽക്കാന്ന് മനസ്സിലാവില്ല ശരിക്കും, നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നല്ലേ, നല്ലൊരു ഫാബ്രിക്. അപ്പോൾ ഇതുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഓണം കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഇനി നമ്മൾ ഈ കാണിക്കുന്ന ഈ സംഭവങ്ങൾക്ക് കൂടെയൊക്കെ സ്കേർട്ടായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതും 56 ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട്. 190, 190 രൂപ ഇങ്ങനെ വരുന്നു. ഇനി നമുക്ക് മറ്റേതിന് അത് ഓരോ കളർ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കാം അല്ലേ. അങ്ങനെ വരുന്നു. ഇവിടെ വെച്ചോ. ഇതാണ് നമ്മുടെ അടുത്ത താരം.
അങ്ങനെ ഇത് കണ്ടോ, ഇത് നമ്മുടെ വിസ്കോസ് ജോർജറ്റിൽ ചെക്സ് വന്നിട്ട് എൻഡിലേക്ക് ഒരു സാറ്റിൻ ബോർഡർ. ഇപ്പോൾ സാരി ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം, ധാവണിയായിട്ട് സ്കേർട്ട് ആൻഡ് ധാവണി സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. 160 160 രൂപയേ വരുന്നുള്ളൂ. ഇങ്ങനെ വരുന്നു. ഇത് ഒറിജിനൽ 180 അല്ലേ, 180 കേട്ടോ, സോറി 180. ഇതുണ്ടോ, ധാവണിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഫ് വൈറ്റിൻ്റെ കൂടത്തിലൊക്കെ ഏത് കളറിൻ്റെ കൂടെയും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ സെറ്റ് ചെയ്യും, ഈ വത്തിക്കാൻ്റെ ചേരും, അതിൻ്റെ ഏതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്കേർട്ടിൽ അങ്ങനെ സെറ്റ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ ഇവിടെ, പറ്റുമോ എടുത്തു തരാൻ? അമ്പിളീനെ കൂടെ അങ്ങോട്ട് വിടണോ? 180 180 രൂപ. അപ്പോൾ നമ്മളിനി ഇതാണോ ഇതിന് കൂടെ, ഇതിനെത്ര റേറ്റും പറഞ്ഞു തരണേ. ഇതിൻ്റെ കൂടെ നമുക്കിനി നോക്കൂ, ഇത് സ്കേർട്ടാക്കിയിട്ട് ബ്ലൗസും ധാവണിയായിട്ട് ഇത് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. 300 300 റുപ്പീസിന് ഇതാ ഈ ഒരു ടിഷ്യൂവിൽ വരുന്ന, ടിഷ്യൂവിൽ ടെമ്പിൾ ബോർഡറും ഡിജിറ്റൽ പ്രിൻറ്റും എല്ലാം കൂടെ കൂടിയ ഈ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ മാർക്ക് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഓരോന്നും എത്ര മീറ്റർ വേണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. ഇതിനെ കൊണ്ട് മാറ്റാം അല്ലേ. ഇതാ കോട്ടണിൽ വന്നിരിക്കുന്ന ഇതുണ്ട്. കോട്ടണിൽ സ്കേർട്ട് ചെയ്യേണ്ടവർക്ക് ഇത് സ്കേർട്ട് ചെയ്തിട്ട് ധാവണിയാക്കാൻ ഇങ്ങനെ വരാം. ബ്ലൗസും ധാവണിയൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണ്. ഇങ്ങനെ ഇതിന് റേറ്റ് 250 റുപ്പീസ്, 250 രൂപ. ഇത്രയല്ലേ ഇതിനോട് പെട്ടെന്ന് പറഞ്ഞു. ഇതും ചേരും ഇതിന്. അപ്പോൾ ഈ പിങ്കിന് ഇവിടെ അല്ലേ, ഇതും ചേരും. ഇതിന് ഗ്രീനും ചേരും, ഇതും ചേരും. അതിൻ്റെ റേറ്റ് പറഞ്ഞു 240 240 രൂപ വരുന്ന ഈ ഒരു ഫാബ്രിക് ഉണ്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് ധാവണിയായിട്ടൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്യേണ്ടവർക്ക് ദുപ്പട്ടയാക്കാനോ ഒക്കെ എടുക്കാം, സാരി ആയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിനെ ഒരുവിധം അഴിച്ച് കുഴച്ച് ഒരു പരിവാക്കിയിട്ട് ഞാൻ ഞങ്ങളുടെ വിടുകയാണ്. അപ്പോൾ ഈ ഒരു കളറിനെ നമുക്ക് അങ്ങോട്ട് വിടാം. തട്ടമ്പി നെക്സ്റ്റ് വരുന്നു, അതിലെ ഗ്രീൻ, നല്ല ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഇതൊക്കെ കളറുകളെല്ലാം ചേരും. അതിൻ്റെ കൂടെ ആ ഗ്രീൻ ചേരും. ഇത് സ്കേർട്ടാക്കുമ്പോൾ ഗ്രീൻ ധാവണി വേണ്ടവർക്ക് ഇങ്ങനെയാവാം കേട്ടോ. ഇങ്ങനെ വരുന്നു. ഈ ഡാർക്ക് ഗ്രീൻ അല്ല, പക്ഷേ എങ്കിലും ചേരും, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് 180 180 രൂപ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ഡൗട്ടുള്ള സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി, അവർ പറഞ്ഞുതരും. അതിൻ്റെ കൂടെ കണ്ടോ നമ്മൾ മൽച്ചന്തേരിയിൽ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരും. 180 180 രൂപ. ഇതുണ്ട്. ഇത് സ്കേർട്ടായിട്ട് സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാൻ ഇത് ബ്ലൗസ് ആക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം കേട്ടോ. അതുകൊണ്ട് സ്കേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇത് ബ്ലൗസ് ആക്കി അങ്ങനെ സെറ്റ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് കോംബോ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇത് 180 180 രൂപ. ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ടോപ്പും ചെയ്യാം. 180 ഇത് അങ്ങനെ വരുന്നു. ഇതും ചേരും അല്ലേ. ഇതിനെത്ര? 170. ഇത് 170 കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ വരുന്നു. ധാവണിയായിട്ട് സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞോ? ഇതിനെ പറഞ്ഞു വിടട്ടെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് നമ്മുടെ ഓറഞ്ച്, ഇതാ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. ഇതാ നല്ല ഭംഗിയിൽ. അപ്പോൾ ഇങ്ങനെ സ്കേർട്ടായിട്ട് ഇനി ഇക്കത്തിലൊരു ബ്ലൗസ് വേണമെങ്കിൽ കോട്ടൺ വേണ്ടവർക്ക് അങ്ങനെയാവാം. ഞാൻ കോട്ടൺ ഇത് രണ്ടും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഇത് ലൈറ്റ് ഓറഞ്ചാണ് അല്ലേ. ഇത് പൊസിഷൻ പ്രിൻ്റാണ്, ഷിനോണിൽ പൊസിഷൻ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഫാബ്രിക്. ഇതിൻ്റെ കൂടെയും നമ്മുടെ ഇതും ചേരും അല്ലേ. ഇത് കണ്ടോ, ഇത് സ്കേർട്ടായിട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സജഷൻസ് തരുന്നു, കാണിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ വരുന്നു. 180 180 രൂപ. നമ്മൾ ഈ പൊസിഷൻ പ്രിൻറ്റ് ചെയ്ത ഫാബ്രിക്കിന് ഇത് കാണിക്കട്ടെ. ഇത് കാണിച്ചിട്ട് അത് കാണിച്ചാൽ പോരാ. ഇനി ഉണ്ട് കേട്ടോ നമ്മുടെ വിസ്കോസ് ജോർജറ്റിൽ ചെക്സിൽ ഇനിയും കളേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ സ്കേർട്ടായിട്ടോ നിങ്ങൾക്ക് ഒരു പ്രീമിയം കുറച്ച് ഷൈനിങ് ടൈപ്പ് ഫാബ്രിക് നോക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുക്കാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞു തരണേ. 360 360 രൂപ. പൊസിഷൻ പ്രിൻ്റ് പറഞ്ഞ ഒരു ഇതിൻ്റെ ഈ പ്രിൻറ്റ് ചെയ്ത് ഈ വർക്ക് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഷിനോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് 360 റുപ്പീസ് per മീറ്റർ, 360 രൂപ. അപ്പോൾ സ്കേർട്ടായിട്ടൊക്കെ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ കൂടെ കംഫർട്ടബിളായ കോട്ടൺ ഇക്കത്ത് ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് 160 160 രൂപ അങ്ങനെ വരുന്നു. അതിൻ്റെ വൺ മോർ കളർ പൊസിഷൻ പ്രിൻ്റ് ഫാബ്രിക്കിൽ ഇങ്ങനെ വരുന്നു. 360 360 രൂപ. അതിന് ചേരുന്ന ബ്ലൗസ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. 150 150 അല്ലേ. എല്ലാം കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു സംശയം. ഇനി നമ്മൾ അടുത്ത കളർ അതിൽ വീണ്ടും ഇതാ വരുന്നു. റെഡ്, സുന്ദരി റെഡ് കളർ. അത് ഈ വത്തിക്കാൻ സ്കേർട്ട് ചെയ്താലും നല്ലതാണ് അല്ലേ. ഇത് കണ്ടോ, ഇതിലും നല്ലതാണ്. അങ്ങനെ വരുന്നു. സ്കേർട്ടായിട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. താഴേക്ക് അതിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഇതിൽ അതിന് ധാവണിയായിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ വരുന്നു. 180 180 രൂപ റെഡ് കളറിൽ. ഇതിന് ഇത് പറ്റൂ അല്ലേ. ഇത് വൈറ്റ് ആകുമ്പോൾ ചേരുമോ? അതെ ഇത് പറ്റും.
ഇത് ടെമ്പിൾ ബോർഡറോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു ഫാബ്രിക്കിന് സെറ്റ് ഇത് നല്ല ഭംഗിയുണ്ടാവും. സ്കേർട്ട് സെറ്റ് ചെയ്തിട്ട് ഒരുപാടില്ല, അതിനൊരു ബണ്ടിലും കൂടെ ഉണ്ടോ നോക്കാം അവരെ. ഏതായാലും ഓർഡർ ചെയ്തോളൂ. ഇതിന് 300 റുപ്പീസ്, 300 രൂപ. ഇത് 180, 180 രൂപ ഇങ്ങനെ വരുന്നു. ഇനി നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക്. ബ്ലാക്കിൻ്റെ കൂടെയും ഈ വത്തിക്കാനും ചേരും, ഏതും ചേരും. ബ്ലാക്ക് ലവേഴ്സിനായിട്ട് ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയിൽ, നല്ല ഇപ്പോൾ സ്റ്റൈലിഷായിട്ട് നമ്മളിങ്ങനെ മോളിവുഡ് സ്റ്റാർസ് സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിന് ഒരു സംഭവം നല്ല ഭംഗിയിൽ കാണുക. പക്ഷേ നമ്മൾ സ്റ്റൈൽ ചെയ്ത് നോക്കും, അപ്പോൾ ഭംഗി ഉണ്ടാവും, ചേരും. ഒരു നല്ല സ്റ്റൈലിഷ് ഡ്രസ്സസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ വരുന്നു. നമ്മൾ വിസ്മയ മോഹൻലാൽ ഒരു ടർക്കിഷ് ഓർഗൻസ ടൈപ്പ് ഒരു ബനാറസി പാറ്റേണിൽ പലാസോ മോഡൽ ഡ്രസ്സ് ചെയ്തിട്ട് ഉള്ള റീലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോക്കി നോക്കൂ. അപ്പോൾ ഞാനൊരു ടർക്കിഷ് ഓർഗൻസയുടെ ഓർഡേഴ്സ് കൊടുത്തിട്ട് ആ ഫാബ്രിക്കുകൾ എത്തിയിട്ടുണ്ട്. ബണ്ടിൽ ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്തിട്ടില്ല. സൺഡേ വീഡിയോയിലേക്ക് പറ്റി നമുക്ക് സെറ്റ് ചെയ്യാം. അത് ശരിക്കും ആ ഒരു കൺസെപ്റ്റിൽ പറ്റും. ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചോട്ടെ, അത് വരുമ്പോഴത്തേക്കും നോക്കാതെ. അപ്പോൾ അതിൽ ഇങ്ങനെ വരുന്നു. അപ്പം കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടവരും ഒന്ന് പെൻഡിങ്ങിൽ വെച്ചോളൂ. ഈ കളക്ഷൻസ് മിസ്സാക്കണ്ട കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സുന്ദരി ലാവൻഡർ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. ലൈറ്റ് കട്ട് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർ, ഹാഫ് സാരി ധാവണി കൺസെപ്റ്റിലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ ആദ്യം കണ്ട് ഓഫ് വൈറ്റ് ഏതും വേണമെങ്കിൽ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാം. ഇത് ഭംഗിയുണ്ടാവും കേട്ടോ. ഒരു മൂവ് കളർ വരുന്ന ഇത് 180, 180 രൂപ ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ കലങ്കാരി സിൽക്ക് ഞാനേ കുറച്ച് ദിവസം മുമ്പ് കാണിച്ചിരുന്നു. ഇത് നമ്മുടെ നെല്ലൂർ സിൽക്ക് കലങ്കാരി. അപ്പോൾ നമ്മൾ ഓഫ് വൈറ്റിൽ നിങ്ങൾക്ക് ബ്ലൗസായിട്ടാണെങ്കിലും ഇനി ഇത് തന്നെ ആസച്ച് ടോപ്പായിട്ട് സിൽക്ക് നമ്മൾ കോട്ടൺ കലങ്കാരി വേണ്ട എന്നുള്ളവർക്ക് സിമ്പിളായിട്ട് ടോപ്പ് ചെയ്ത് ലൈനിങ് ഇല്ലാതെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഒരു സുഖത്തിന് വേണമെങ്കിൽ കോട്ടൺ ലൈനിങ് ആണെങ്കിലും വെക്കാം. ഇതിന് റേറ്റ് വരുന്നത് 240 റുപ്പീസ്, 240 രൂപ. സിൽക്ക് കലങ്കാരിയാണ്, നെല്ലൂർ സിൽക്ക് ഇങ്ങനെ വരുന്നു. അതിൽ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത് 240. അതിൽ നെക്സ്റ്റ് കളർ ഇതാ അങ്ങനെ വരുന്നു 240. ഇനി നിങ്ങൾ കുറേ പേരെങ്കിലും കാത്തിരുന്ന അവർക്ക് ഇടു ഐറ്റം വന്നിട്ടുണ്ട്. കലങ്കാരി സിൽക്ക് ദുപ്പട്ടാസ് ചോദിച്ചവർക്കായി ചെന്നൂർ സിൽക്ക് ദുപ്പട്ടാസ് 2.3, 230, 35 ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയില്ല. അതിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും ബേർഡ്സ് ഒക്കെ വരുന്നത്. കലങ്കാരി ആ ഒറിജിനൽ പാറ്റേണിൽ അധികത്തിലും വരുന്നുണ്ട്. ചിലത് മാത്രമാണ് ഇതിപ്പോൾ ഈ സൈഡിലൊരു കുഞ്ഞി പക്ഷിയല്ല, അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, ഉപയോഗിച്ചോളൂ. നല്ല ഭംഗിയില്ലേ? കുഴപ്പമില്ലല്ലോ, ഇല്ലല്ലോ സൗജത്തെ? ഇല്ല, സൗജ് പറഞ്ഞ അപ്പീലില്ല. അതങ്ങനെ വരുന്നു. അപ്പോൾ ദുപ്പട്ടാസ് നോക്കിയത് മിസ്സാക്കണ്ട കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. അങ്ങനെ വരുന്നു ദുപ്പട്ടാസ്. അതിൽ നെക്സ്റ്റ് വരുന്നു ചെന്നൂർ സിൽക്ക് ദുപ്പട്ടാസാണേ കലങ്കാരിൽ. ഇപ്പോൾ ചോദിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇനിയൊക്കെ എല്ലാവരും വേഗം വാങ്ങിക്കണം, എന്നാലേ ഇനി നമുക്ക് ഇനി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇങ്ങനെ വരുന്നു. 560 റുപ്പീസ്, 560 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ കുഞ്ഞി ആനകൾ അങ്ങനെ വരുന്നു. ഇത് നമ്മളെ വേർലി ഡിസൈൻസ് ഇതങ്ങനെ വരുന്നു. ഹ്യൂമൻസും അനിമൽ പ്രിൻസും ഒക്കെയാണ് അധികം വരുന്നത്. സാറില്ല എന്നാലും 560, 500. നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ദുപ്പട്ട ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഓണം കൺസെപ്റ്റിൽ മാത്രമല്ല, പ്ലെയിൻ ടോപ്സ് ഇപ്പോൾ ഏതിൻ്റെ കൂടെ ആണെങ്കിലും, ഇപ്പോൾ ഈവൻ മൊഡാൽ പ്ലെയിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ഒക്കെ ഒരു വെറൈറ്റിയാണ്. അങ്ങനെയൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നു. ചെന്നൂർ സിൽക്ക് ദുപ്പട്ടാസാണ്. ചെന്നൂർ നെല്ലൂർ മാറിപ്പോണ്ട, ചെന്നൂർ സിൽക്ക് ദുപ്പട്ടാസ്. അപ്പോൾ അത് കലങ്കാരി ദുപ്പട്ടാസാണ്. ഇതൊക്കെ ഓരോ യുണീക്ക് പീസസ് എന്ന് തന്നെ പറയാവുന്നതാണിത്. ഇതൊന്നും അത്ര കോമൺ ആയിട്ട് എവിടെയും എല്ലായിടത്തും ഒക്കെ അത്ര കോമൺ ആയ ഐറ്റംസ് ഒന്നുമല്ല. അപ്പോൾ അത് മിസ്സാക്കണ്ട. ചെന്നൂർ സിൽക്ക് ഇതിൻ്റെ ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ സമയം ഉള്ളവർക്ക് അതും നോക്കാം. ഇതങ്ങനെ വരുന്നു. അപ്പോൾ ഇതൊക്കെ കൈകൊണ്ട് ചെയ്തെടുക്കുന്ന വർക്കാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ സൈഡിലൊക്കെ ഡൈയിങ്ങിലൊക്കെ നമുക്ക് ഈ ഓൾ ഓവർ പ്രിൻറ്റ് വരുന്നതിൽ കുഴപ്പമില്ല, ഒരുപോലെ. നമ്മൾ ഈ മൊഡാലിലൊക്കെ ഞാൻ പറയാറുള്ള പോലെ ഇതൊക്കെ പ്ലെയിൻ കളേഴ്സ് കൂടുതലായി വരുന്നതിൽ ഇപ്പോൾ ഡൈയിങ്ങിലൊക്കെ കുറച്ച് കളേഴ്സിൻ്റെ ഇങ്ങനെ നമുക്ക് ഇതിൽ വരും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഇതിൽ കുറച്ച് അപ്പോൾ ഡിഫക്റ്റ് അല്ല കേട്ടോ, അത് മനസ്സിലാക്കണേ. അതിൽ ഈ ഒരു പർട്ടിക്കുലർ പാറ്റേണിലൊക്കെ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു ഇതങ്ങനെ ചെന്നൂർ സിൽക്ക് ദുപ്പട്ടാസാണ്. 560 രൂപയാണ് ഒരു ഷോളിൻ്റെ റേറ്റ് വരുന്നത്. 560 റുപ്പീസ്. കഴിഞ്ഞിട്ടില്ല അല്ലേ, എൻ്റെ കൈ കുഴഞ്ഞു. ഇങ്ങനെ വരുന്നു. ബ്ലാക്കിൽ 560. അല്ല കണ്ടോ, നല്ല മ്യൂറൽ പെയിൻറ്റിങ്സ് പോലെയുള്ള സംഭവങ്ങൾ. ഇത് പാരാ, രാജകുമാരിയാണ്. വരുന്നു 560. അപ്പോൾ ഇതൊക്കെ ആ യുണീക്ക് പീസസ് നോക്കുന്നവർ മിസ്സാക്കണ്ട. നല്ല ഭംഗിയുള്ള ചെന്നൂർ സിൽക്ക് ദുപ്പട്ടാസാണ്. ഇങ്ങനെ വരുന്നു. 560. ഹാൻഡ് ഡൈ ചെയ്ത് എടുക്കുന്ന കലങ്കാരി സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇങ്ങനെ വരുന്നു. 560. കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇനി ഇതാ വരുന്നു അടുത്തത്. ഇങ്ങനെ വരുന്നു. 560.
അപ്പോൾ മിസ്സാക്കണ്ട. ഓൺ യൂസിനാണെങ്കിലും ഇനി ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒക്കെ ഇതാ നല്ല വെറൈറ്റീസാണ്. ഇങ്ങനെ വരുന്നു. ഇതാണോ ലാസ്റ്റ് വൺ. ഇതാ വരുന്നു ഇങ്ങനെ 560 560 രൂപ. അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ വെറൈറ്റി കളക്ഷൻസ്. ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.